ഹരേ കൃഷ്ണ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം നേർന്നുകൊള്ളുന്നു. ഇന്നെല്ലാവരും 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീച്ച് ദീപവഴിപാടുകളൊക്കെ നടത്തി ലക്ഷ്മി പൂജ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ ചെയ്ത ലക്ഷ്മി പൂജയാണ് ഈ കാണുന്നത്. നമ്മൾ ലക്ഷ്മി പൂജ ഇന്ന് നിലവിളക്കിനെയാണ് ലക്ഷ്മി ദേവിയായി കണക്കാക്കി പച്ചരി താളത്തിൽ വെച്ചു. അതിൻ്റെ പുറത്ത് നിലവിളക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലെല്ലാം പ്രധാനമായിട്ടും 8 താമരപ്പൂ വെച്ചിട്ടൊരു പൂജയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 8 താമരപ്പൂവിൽ നാണയം വെച്ച് നമ്മൾ ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലുകയും ദേവിയുടെ അനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാകുന്നൊരു ആണ് ലക്ഷ്മി പൂജകൾ. എല്ലാവരും മുടങ്ങാതെ ലക്ഷ്മി പൂജ ചെയ്യണം. വെള്ളിയാഴ്ചകളിലുള്ള ലക്ഷ്മി പൂജ ആരും മുടക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റുന്നതെല്ലാം, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മളെക്കൊണ്ട് പറ്റുന്നതെല്ലാം നിവേദ്യമായി സമർപ്പിച്ചിട്ടുകൊണ്ട് നമ്മളുടെ നിവൃത്തി എന്താണോ അങ്ങനെ പഴങ്ങൾ, നട്ട്സ് ഒക്കെ സമർപ്പിച്ച് ദീപധൂപ ആരതി എടുത്ത് നിലവിളക്കിനെ ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ നല്ല മണമുള്ള പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറും. നിങ്ങൾ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും കൊടുമുടിയിലേക്ക് കയറും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്തു തുടങ്ങിക്കോളൂ. മാവല തോരണമൊക്കെ നമ്മളുടെ പടിവാതിൽക്കൽ ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പടിവാതിലാണ്. കതകെല്ലാം തുടച്ച് വൃത്തിയാക്കി മാവല തോരണമൊക്കെ ഇടണം. വെളിയിൽ 2 ചിരാത് കത്തിച്ച് വെക്കണം. കോലം നമ്മളിടണം. കോലമൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും, അത് വാങ്ങിച്ചിട്ടാൽ മതി. തുളസി ദേവിക്ക് തുളസിയുടെ മുന്നിൽ ഒരു ദീപം തെളിയിക്കണം. ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് മുതൽ മുടങ്ങാതെ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം, ഒരു ഓട്ടു മൊന്തയിൽ വെള്ളം നിറച്ച് ശുദ്ധജലം നിറച്ചിട്ട് അത് സൂര്യദേവന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ മറക്കരുത്. ഓം സൂര്യനാരായണ നമ എന്ന് സൂര്യദേവന് ജലം സമർപ്പിച്ച് ഈ വർഷം പ്രാർത്ഥിച്ചോളൂ. എത്ര സമയദോഷമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി ഉയർച്ചയുണ്ടാവും. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലൊരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കണം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്കൊരു മുല്ലപ്പൂ മാലയും ഒരു നെയ്ദ്യമൊക്കെ വെച്ച് നിങ്ങൾ ദീപധൂപ ആരതി നൽകി ഒരു നെയ്വിളക്ക് കത്തിക്കുക. 5 തിരിയിട്ട് ഭദ്രദീപം നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് ദേവിയെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദേവിക്കൊരു താമരപ്പൂവൊക്കെ സമർപ്പിക്കാമെങ്കിൽ അത്യുത്തമം. നമ്മൾ ഈ പൂജയ്ക്ക് 8 താമരപ്പൂവാണ് സമർപ്പിച്ചിരിക്കുന്നത്. 8 താമരപ്പൂവിനെയും ദേവിയുടെ മുന്നിൽ വെച്ച് നമ്മൾ പൂജിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെക്കൊണ്ട് എങ്ങനെ പറ്റുന്നു അതിൻ്റെ മാക്സിമം ലക്ഷ്മി പൂജയിൽ എത്ര നമ്മുടെ നിവൃത്തിയുണ്ടോ അത്രയ്ക്ക് കൊടുക്കുന്നു. അതിൻ്റെ 1000 ഇരട്ടി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി വേണം ദേവിക്ക് പൂജകൾ ചെയ്യാൻ. അല്ലാതെ ഒരു പിശുക്കും അതിൽ കാണിക്കരുത്. ഒരു പിശുക്കും കാണിക്കാതെ ദേവിക്ക് നിറഞ്ഞ മനസ്സോടുകൂടി പൂജകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ദേവി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധിയും തരും. നിങ്ങൾക്കൊന്നിനും ഒരു മുട്ടും ഉണ്ടാവില്ല, രോഗങ്ങളുണ്ടാവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല. സ്വർണ്ണ ആഭരണങ്ങൾ, സാമ്പത്തികമെല്ലാം നിങ്ങളുടെ വീട്ടിൽ എന്നും മുട്ടില്ലാതെ ഉണ്ടായിരിക്കും. അതാണല്ലോ നമുക്ക് ആവശ്യം. നമ്മൾ ആരുടെയും മുന്നിൽ മുട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതിന് ഉള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക. ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ടല്ലാതെ മുക്തി മറ്റൊന്നും കൊണ്ടും ലഭിക്കുകയില്ല. നാമജപം, ലക്ഷ്മി സഹസ്രനാമം, അതിൻ്റെ പുസ്തകമൊക്കെ ഉണ്ട്, അതെല്ലാം വാങ്ങിച്ച് നാമം ജപിക്കണം. നാമജപം മുടക്കരുത്. ദേവിക്ക് പൂജകൾ മുടങ്ങാതെ ചെയ്യണം. വെള്ളിയാഴ്ചകളിൽ വളരെ പ്രധാനപ്പെട്ട മഹാലക്ഷ്മിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് പടിപൂജയൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ചിത്രമാണ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടിതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ദേവിക്ക് എന്തൊക്കെ കൊടുക്കാം, എല്ലാം കൊടുക്കാം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ മാക്സിമം ചെയ്യണം. ഇനിയും നിങ്ങളെക്കൊണ്ട് ചില വീടുകളിൽ തടസ്സങ്ങളുണ്ടാവും. തടസ്സമില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം. കാരണം നിങ്ങളൊരു പ്രാവശ്യം ലക്ഷ്മി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടിയാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ഇരട്ടിയൊന്നും അല്ലെന്നേ, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്ര ഉയർച്ചയാണ്. അടുത്ത പൂജയ്ക്ക് നമുക്ക് ആദ്യത്തെ പൂജയ്ക്ക് ചെയ്തതിൻ്റെ ഇരട്ടി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റുന്ന രീതിയായിരിക്കും നമുക്കപ്പോൾ. ഓരോ പ്രാവശ്യവും നമ്മൾ
ഇതുപോലെ ലക്ഷ്മി പൂജകൾ മുടങ്ങാതെ ചെയ്ത് നമ്മളിലേക്ക് ആ ദേവിയുടെ അനുഗ്രഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നമ്മളെ ഒരു ജീവിതത്തിൽ എല്ലാവരെയും മുന്നിൽ ഉന്നതങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തെ വിളിച്ച് മാത്രം ദൈവത്തെ വിളിച്ച് മാത്രം ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒന്നും വേണ്ടാന്നേ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട. ലക്ഷ്മി ദേവി ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ്. ദേവിയെ മുറുക്കെ പിടിച്ചോളൂ. ദേവിക്ക് വേണ്ടുന്നതെല്ലാം സമർപ്പിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത്. എൻ്റെ ദേവി നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എൻ്റെ പൂജാമുറിയിൽ എൻ്റെ ദേവി വന്നിരിക്കും. നമ്മൾ എവിടെ വിളക്ക് എത്തിക്കുന്നു, ഹാളിലെങ്കിൽ ഹാളിൽ, അവിടെ താഴെ ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാം. വൃത്തിയായി തുടച്ച് പനിനീരൊക്കെ തളിച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് കുറച്ച് ജവാദ് പൗഡറൊക്കെ കലക്കി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് നമ്മളുടെ ഹാളിലാണ് നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടത്തോടെ ദേവിക്ക് ചെയ്യുന്ന ആ പൂജ ഉണ്ടല്ലോ, അവിടെ ദേവി വരും. ദേവി അവിടെ വരും. നമ്മുടെ ആ വിളക്കിൻ്റെ മുന്നിൽ ദേവി വന്നിട്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. ഇത് വെറുതെ ഒരാൾ പറഞ്ഞു തരുന്നതല്ല. ഞാൻ വെറുതെ എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂജകൾ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥനയിലേക്ക് ഞാൻ തിരിഞ്ഞ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം ഉയർച്ചകൾ എന്നെ കാണുന്നവർ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഐശ്വര്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ നിലയിലെത്തിയത്? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഒന്നുമില്ല, എനിക്കൊരു കഴിവുമില്ല, ഒന്നുമില്ല. എല്ലാം എൻ്റെ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹം. മുറുകെ പിടിച്ചത് ഞാൻ ആ പാദങ്ങളിലല്ല അല്ലാതെ മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ ഭഗവാന്റെ മുന്നിൽ എൻ്റെ സർവ്വ ദുഃഖങ്ങളും ഞാൻ സമർപ്പിച്ചുകൊണ്ട് ദേവീ പൂജകൾ മുടങ്ങാതെ